ഹലോ ഫ്രണ്ട്സ്, നാഗർഹോള ടൈഗർ റിസർവിലൂടെയുള്ള യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നാഗർഹോള നാഷണൽ പാർക്കിലൂടെ വന്ന് HD കോട്ടയിൽ എത്തിയതുവരെയുള്ള കാഴ്ചകളാണ് കണ്ടത്. HD കോട്ടയിൽ നമ്മൾ സ്റ്റേ ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങളൊരു 5:30 ആയപ്പോഴേക്ക് കബനി ജംഗിൾ സഫാരിയുടെ സഫാരി പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ടിക്കറ്റ് എല്ലാം ഓൺലൈൻ റിസർവ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇവിടുത്തെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്, ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. കുറേ പേര് ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട്. ഓൺലൈൻ റിസർവേഷൻ ചെയ്യാത്തവർക്ക് ഇവിടെ ടിക്കറ്റ് ബാലൻസ് ഉള്ളത് ഇവിടെ കൗണ്ടറിൽ നിന്ന് എടുക്കാൻ പറ്റും. 6:30 സഫാരി തുടങ്ങുക. തിങ്കൾ മുതൽ വെള്ളി വരെ 6:30 മുതൽ 9:30 വരെയുള്ള 3 മണിക്കൂർ സഫാരിയാണ് ഉണ്ടാവുക. കൂടാതെ 3:30 മുതൽ 6:30 വരെയുള്ള 3 മണിക്കൂർ സഫാരിയും. ഇതിന്റെ ചാർജ് വരുന്നത് 600 രൂപയും ടാക്സുമാണ്. ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 6:30 മുതൽ 9:30 വരെയുള്ള സമയങ്ങളിൽ 1.5 മണിക്കൂറിന്റെ 2 സഫാരികളും, അതുപോലെ 3:30 മുതൽ 6:30 വരെ വൈകുന്നേരം 1.5 മണിക്കൂറിന്റെ 2 സഫാരികൾ വീതവുമാണ് ഉണ്ടാവുക. ശനി ഞായർ ദിവസങ്ങളിലെ സഫാരിക്ക് 400 രൂപയും ടാക്സുമാണ് ബസ് സഫാരിക്ക് വരുന്നത്. അത് 1.5 മണിക്കൂർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാമറക്ക്, നോർമൽ ക്യാമറക്ക് 250 പ്ലസ് ടാക്സ് വരും. പിന്നെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ലെൻസിന്റെ സൈസ് അനുസരിച്ച് അതിന് അഡീഷണൽ ചാർജ് വരും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്ത് വരുന്നവരാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് കൗണ്ടറിൽ നിങ്ങളുടെ ഓൺലൈൻ റിസർവ് ചെയ്തതിന്റെ പ്രിന്റ് ഔട്ട് കാണിച്ചിട്ട് അവിടുന്ന് ഒരു ടോക്കൺ വാങ്ങിക്കാനുണ്ട്. ആ ടോക്കൺ പ്രകാരമാണ് നമുക്ക് ബസ്സിലെ സീറ്റ് ലഭിക്കുക. കറക്റ്റ് 6:30 തന്നെ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3 ബസ്സുകളാണ് ഇവിടെ സഫാരിക്കുള്ളത്. ഈ 3 ബസ്സിലുമായിട്ട് 59 സീറ്റുകളാണ് മൊത്തം ഉണ്ടാവുക. ഡിസംബർ 1st വീക്കിലാണ് ഞങ്ങൾ ഈ സഫാരി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. രാവിലെ ഞങ്ങൾ ഈ സഫാരി പോയിന്റിലൊക്കെ എത്തിയ സമയത്ത് നല്ല മഞ്ഞാണ്. ആ മഞ്ഞ് ഇപ്പോഴും ഉണ്ട്. ഏകദേശം ഒരു 6:45-7 മണിയൊക്കെ ഉള്ള സമയത്തൊക്കെ ഈ കാടിനകത്ത് നല്ല മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇവിടെ സഫാരി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ റിസർവ് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. 48 മണിക്കൂർ മുമ്പ് നിങ്ങൾ ഓൺലൈൻ റിസർവ് ചെയ്തിരിക്കണം, സീറ്റ് അവൈലബിൾ ആണെങ്കിൽ. കാരണം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. ഇവിടെ കൗണ്ടറിൽ നമ്മൾ എത്ര നേരത്തെ എത്തുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ ടിക്കറ്റിന്റെ അവൈലബിലിറ്റി വരുന്നത്. അത് ഓൺലൈൻ റിസർവേഷനിലെ തന്നെ എല്ലാ ടിക്കറ്റും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ വന്നാൽ ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യത ഇല്ലതാണ്. അനിമൽ സൈറ്റിങ്ങിന് ഒരുപാട് സാധ്യത കൂടുതലുള്ള ഒരു സഫാരിയാണ് ഈ കബനി സഫാരി. എന്ന് വെച്ച് നമ്മൾ ഒരു സഫാരി എടുത്തെന്ന് വിചാരിച്ച് എല്ലാ മൃഗങ്ങളെയും നമുക്ക് ഒരൊറ്റ സഫാരിയിൽ കാണാമെന്നും വിചാരിക്കേണ്ട. അതെല്ലാം ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ നമ്മളൊക്കെ കാണുന്ന വീഡിയോസിലൊക്കെ ഒരുപാട് അനിമൽ സൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് വെച്ചാൽ 2, 3, 4 സഫാരീസ് ഒക്കെ എടുത്തിട്ട് അതിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ മൃഗങ്ങളെയും ഒക്കെ കണ്ടിട്ടുള്ള വീഡിയോസ് ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പോൾ വന്നിട്ട് തന്നെ ഏകദേശം ഒരു 2 മണിക്കൂറിനടുത്തായി കാടിനകത്താണ്. ഇതുവരെ നമുക്ക് കാര്യമായിട്ടുള്ള സൈറ്റിങ്സ് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് കാട്ടുകോഴികൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മംഗൂസ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമാണ് ഇപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് നെക്ക് സ്ട്രിപ്പഡ് മാംഗൂസ്, ഒരു ബ്രൗൺ കളറത്തിലുള്ള ഒരു മംഗൂസാണ്. ഇതിൻ്റെ ചെവിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഒരു ലൈന് മാതിരി 2 സൈഡിലും കാണാം. അതുകൊണ്ടാണ് ഇത് ഈ പേരിൽ അറിയപ്പെടുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെയാണ് ടൈഗർ സൈറ്റിങ്ങിന് സാധ്യതകളുള്ള സ്ഥലങ്ങൾ. ഇവിടെ നിന്നാണ് കൂടുതലും, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് ടൈഗറിനെ കൂടുതൽ കാണാറുള്ളത് എന്നാണ് ഈ ബസ്സിലെ ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇന്ന് നമുക്ക് ഇത്രയും സമയമായിട്ടും ടൈഗർ സൈറ്റിങ്ങും അതുപോലെ കാര്യപ്പെട്ട ഒരു സൈറ്റിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഈ കാണുന്ന പോലുള്ള ജീപ്പ് സഫാരികൾ ഇവിടെ അവൈലബിൾ ആണ്. അതിന് ഇവിടുത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ റിസോർട്ടുകളുണ്ട്. അവരെ റൂമൊക്കെ ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കിവിടെ ജീപ്പ് സഫാരി അവൈലബിൾ ഉള്ളൂ. JLR പോലുള്ള റിസോർട്ടുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സഫാരിയുടെ ഒരു രീതി തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം അവർ ജീപ്പ് സഫാരി മാത്രമാണ്, കുറച്ച് നല്ല കോസ്റ്റ്ലിയാണ് സംഭവം. എങ്കിലും നമുക്ക് മൃഗങ്ങളെ കാണാനുള്ള സാധ്യതകൾ പോകും. കാരണം കാടിൻ്റെ കുറേ ഉൾവശങ്ങളിലേക്ക്, നോർമലായിട്ടുള്ള നമ്മുടെ ഈ സഫാരി പോയിന്റിൽ നിന്ന് നമ്മളെടുത്ത് പോകുന്ന സഫാരിയേക്കാളും പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയകളിലേക്കൊക്കെ അവർ പോകും. പിന്നെ അവരെന്ന് വെച്ചാൽ മൃഗങ്ങളുടെ അലാം കോളും അതുപോലെ പഗ്മാർക്കൊക്കെ നോക്കിയിട്ടൊക്കെയാണ്. പിന്നെ കാടിലേക്ക് അവരുടെ വണ്ടിയാണ് ആദ്യം പ്രവേശിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറച്ചൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവരുടെ സഫാരി എടുത്താൽ. പിന്നെ ഈ കബനി സഫാരിക്ക് ഈ JLRൻ്റെ അവരുടെ റിസോർട്ട് ബുക്ക് ചെയ്താൽ മാത്രമാണ് അവരുടെ ജീപ്പ് സഫാരി അവൈലബിൾ ഉള്ളൂ.
അങ്ങനെ നമുക്ക് ഒരു കാട്ടികളുടെ കൂട്ടത്തിൻ്റെ ഒരു സൈറ്റിങ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 8-10 കാട്ടികളുടെ ഒരു കൂട്ടം, പിന്നെ അതിൽ ഒരു കാട്ടിയുടെ കുട്ടിയും ഉണ്ട്, മെയിലും ഫീമെയിലും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കൂട്ടം. അവർ നമ്മൾ ഈ പോകുന്ന റോഡ് ക്രോസ് ചെയ്യാനായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ എല്ലാവരും എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അതിൽ ഒരു കാട്ടി നല്ല സൈസാണ്. ഇത് മെയിൽ കാട്ടിയാണ് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അത് സൗത്ത് ഏഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുമായിട്ട് ഏകദേശം 21,000 കാട്ടികൾ ഉണ്ടെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇന്ത്യയിലാണ്. ഈ കാടിൻ്റെ മൊത്തം വിസ്തൃതി വരുന്നത് 2183 സ്ക്വയർ കിലോമീറ്ററാണ്. മുതുമല, ബന്ദിപ്പൂർ, നാഗർഹോള ടൈഗർ റിസർവുകൾ, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതെല്ലാം ചേർന്നിട്ടുള്ള വലിയ ഒരു കാടിൻ്റെ ഭാഗം മാത്രമാണ് ഈ നാഗർഹോള ടൈഗർ റിസർവ് എന്ന് പറയുന്ന ഏരിയ. സത്യത്തിൽ ഇത് ഈ ബന്ദിപ്പൂർ, മുതുമല, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതൊക്കെ ഓരോ ബൗണ്ടറികളും ഓരോ അതിർത്തികളായിട്ട് നമുക്ക് പല പേരുകളും അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇതെല്ലാം മൊത്തത്തിൽ ഒരു വലിയ ഒരു കാടാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ വലിയ ഒരു കാടിൻ്റെ ഭാഗമാണിത്. പിന്നെ ഈ കാടിനെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. കോർ സോണായിട്ടും ഒന്ന് ബഫർ സോണായിട്ടും. ഇതിൽ ഈ കോർ സോണിൽ നമുക്ക് സഫാരി നടത്താനും ട്രക്കിങ്ങിനൊന്നും പെർമിഷൻ ഒന്നുമില്ല. പക്ഷേ ഈ ബഫർ സോണിലാണ് ഈ സഫാരിയും അതുപോലെ തന്നെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. രാവിലത്തെ നമ്മുടെ 3 മണിക്കൂർ സഫാരിയിൽ നമുക്കിന്ന് കാര്യമായിട്ടുള്ളൊരു സൈറ്റിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ സഫാരി കഴിഞ്ഞു, കബനിയിലെ സഫാരി നമ്മൾ കഴിഞ്ഞു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പോകുന്ന വഴിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇനി തിരിച്ച് നാഗർഹോള നാഷണൽ പാർക്കിലൂടെ തന്നെ പോയിട്ട് നാനാച്ചി ഗേറ്റ് എന്ന് പറയുന്ന സഫാരി പോയിന്റിൽ നിന്ന് ഒരു ഈവനിങ് സഫാരി കൂടി എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ കാട്ടിനകത്തുനിന്ന് നാഗർഹോള ടൈഗർ റിസർവിനകത്ത് നിന്ന് നമ്മൾ ഒരു റൈറ്റ് തിരിഞ്ഞിട്ട് ഏകദേശം ഒരു 21 കിലോമീറ്റർ വന്ന് നമ്മൾ HD കോട്ട ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വന്ന് കയറിയത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നേരെ നമ്മൾ ഹുൻസൂർ റോട്ടിൽ, അതായത് HD കോട്ട ഹുൻസൂർ റോട്ടിൽ പോയിട്ട് അംബേദ്കർ കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വീരന ഹൊസഹള്ളി ഗേറ്റ് വഴിയാണ് നമ്മൾ ഈ കാട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതാണ് അംബേദ്കർ കോളനി. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നാഗർഹോള റോട്ടിലൂടെ പോയിട്ട് വീരന ഹൊസഹള്ളി എന്ന് പറയുന്ന ഒരു സഫാരി പോയിന്റും അവിടെ ഉണ്ട്. അവിടെ ആണ് ഒരു ഗേറ്റ് വരുന്നത്. ആ ഗേറ്റിലൂടെ നമ്മൾ നാഗർഹോള ടൈഗർ റിസർവിലേക്ക് പ്രവേശിച്ചിട്ട് ഏകദേശം 1 അവർ നമ്മൾ റൈഡ് ചെയ്തിട്ട് നാനാച്ചി എന്ന് പറയുന്ന സ്ഥലത്തെത്തും. നാനാച്ചി ഗേറ്റിൽ 3:30ക്കാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യൽ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴുള്ള അതേ ഫോർമാലിറ്റീസ് തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടുന്ന് ഇതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ 20 റുപ്പീസ് കൊടുത്ത് എൻ്റർ ചെയ്യണം. കാട്ടിനകത്തുകൂടെ നമുക്ക് അപ്പുറത്തെ ഗേറ്റിൽ പോയി എക്സിറ്റ് ആവാനുള്ള സമയം 1 അവറാണ്. ഇത് 1 മണിക്കൂറിന് മുകളിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ആവുന്നിടത്ത് നമ്മൾ 1000 രൂപ ഫൈൻ കൊടുക്കണം. അങ്ങനെ നമ്മൾ നാഗർഹോള ടൈഗർ റിസർവിലേക്ക് വീണ്ടും പ്രവേശിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ആ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.